മേഘ, അങ്ങനെ യുവാക്കളുടെ സ്വപ്നതുല്യമായ ഒരു ആഗ്രഹമാണ് താൽക്കാലികമായി ഇപ്പോൾ വി ഡി സതീശന്റെ ഗവൺമെന്റ് അംഗീകരിച്ചിരിക്കുന്നത്. ഒരു 18 മാറ്റങ്ങളോട് കൂടി മോഡിഫിക്കേഷൻസിനുള്ള അനുമതി ഗവൺമെന്റ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിന്റെ സാധ്യതകൾ, എന്തൊക്കെയാണ് യുവാക്കൾക്കിടയിലുള്ള? ഇപ്പോ വി ഡി സതീശന്റെ മറ്റേ പൂക്കി പ്രതികരണം, പൂക്കി എക്സ്പ്രഷൻ ഉണ്ടായിരുന്നല്ലോ, അത് തന്നെ സർ മോഡിഫിക്കേഷന്റെ കാര്യത്തിൽ നിൽക്കുമ്പോഴാണ് പുള്ളി എങ്ങനെ എക്സ്പ്രഷൻ ഇടുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട എല്ലാവരിലും ഒരു പ്രകമ്പനം ഉണ്ടാക്കിയ ഒരു വാഗ്ദാനമായിരുന്നു മോഡിഫിക്കേഷൻ അനുവദിക്കും എന്നുള്ളത്. അപ്പോൾ വി ഡി സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പലരും പലയാവർത്തി ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് മോഡിഫിക്കേഷൻ അനുവദിക്കുക എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം കിട്ടി. ഈ സ്റ്റിക്കറുകളും ലൈറ്റുകളും ഉൾപ്പെടെയുള്ള 18 തരം മോഡിഫിക്കേഷനുകളാണ് അദ്ദേഹം MVD ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. അതായത് നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കറുകൾ നമുക്ക് വാഹനത്തിന് പുറത്ത് ഒട്ടിക്കാനുള്ള അനുമതി, അതുപോലെ തന്നെ കളർ ലൈറ്റുകൾ വണ്ടിക്കുള്ളിൽ പ്രദർശിപ്പിക്കാൻ, അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റം കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി ഉപയോഗിക്കാനുള്ള അനുവാദം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സീറ്റ് കവർ, ഫ്ലോർ മാറ്റ്, സ്റ്റിയറിംഗ് വീൽ കവർ, ഡാഷ് ക്യാം, റിവേഴ്സ് ക്യാം, പാർക്കിംഗ് സെൻസറുകൾ, GPS ട്രാക്കർ, റൂഫ് കാരിയേഴ്സ് തുടങ്ങി സൺ ഫിലിംസ് വരെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 50% കാഴ്ച മറയ്ക്കുന്ന സൺ ഫിലിംസ് വരെ യൂസ് ചെയ്യാം എന്നുള്ള ഒരു ഇതുണ്ട്. പിന്നെ പല കാര്യങ്ങളും, ഇപ്പോൾ വണ്ടിയുടെ കളർ മാറ്റുന്നത്, എൻജിൻ മാറ്റം, അതുപോലെ CNGയിലേക്ക് മാറ്റുന്ന കാര്യങ്ങൾ, ഇതെല്ലാം അനുവാദം മേടിച്ചുകൊണ്ട് MVDക്ക് ഈ പറഞ്ഞ രേഖാമൂലം ഒരു റിക്വസ്റ്റ് കൊടുത്ത് അതിനുശേഷം അനുവാദം മേടിച്ചാൽ അതെല്ലാം മാറ്റാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് അനുവദിച്ചിട്ടുള്ളത്. എന്നാലും ഇതിൽ ഇത്രയൊക്കെ ആയിരുന്നില്ല പ്രതീക്ഷിച്ചിരുന്നത് എന്ന് പറയുന്നവരുമുണ്ട്. എന്ന് തന്നെയായാലും ഇതൊരു വലിയ മാറ്റമാണ്. തീർച്ചയായും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 10 വർഷങ്ങളിൽ വളരെ കടുത്ത നിയമങ്ങളായിരുന്നു കേരളത്തിനകത്തുണ്ടായിരുന്നത്. അതായത് ഇന്ത്യയിലെ 2019 സുപ്രീം കോടതി മോട്ടോർ വാഹന നിയമപ്രകാരം സെക്ഷൻ 52 അതായത് ഇപ്പൊ വാഹനത്തിന്റെ നീളം കൂട്ടുക, കമ്പനി അനുവദിച്ചിട്ടുള്ള സ്പെസിഫിക്കേഷനിൽ നിന്നും കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാക്കുക, ഇതൊക്കെ പൂർണ്ണമായിട്ടും നിരോധിച്ചിട്ടുള്ള നിയമങ്ങളാണ് കൊണ്ടുവന്നത്. എന്നാൽ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് ഇത് ഇന്ത്യയിൽ കളർ മാറ്റാം അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ കേരളത്തിൽ വരുന്ന സമയത്ത് സ്റ്റിക്കറുകൾ പോലും ഒട്ടിക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ രീതിയിലുള്ള കർശനമായിട്ടുള്ള നിയമങ്ങളാണ് വന്നിരുന്നത്. അതെ, ഒരു സമയത്ത് ടൂറിസ്റ്റ് ബസ്സുകൾ വെള്ള നിറത്തിൽ മതി എന്ന് പറയുന്ന ഒരു സമയവും ഉണ്ടായിരുന്നു. കടുത്ത രീതിയിലുള്ള, നിങ്ങൾ വാഹനം ഇഷ്ടപ്പെടുന്നവർ, വാഹന പ്രേമികൾ, നിങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്യണ്ട എന്നുള്ളൊരു അജണ്ടയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളൊരു സംശയം തോന്നിയിരുന്നു. അതുപോലെ സൈഡ് മിററിന്റെ ഷേപ്പ് മാറിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സൈലൻസർ മാറ്റിയിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നതിനോട് യോജിക്കേണ്ട, ഓക്കെ, നല്ല കാര്യം. അപകടം ഉണ്ടാക്കുന്ന രീതിയിൽ ചെയ്യേണ്ട, നല്ല കാര്യം. പക്ഷെ ഈ പറഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഒരു വണ്ടിയുടെ ചുറ്റും സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ അതിൽ എന്ത് അപകടമാണ് ഉള്ളത് എന്ന് ചോദിക്കുമല്ലോ. അന്ന് മന്ത്രിമാരും ഒക്കെ പറഞ്ഞിരുന്നത്, ഒരു വണ്ടി നിറയെ സ്റ്റിക്കർ ഒട്ടിച്ചൊരു വണ്ടി നിരത്തിലൂടെ പോകുമ്പോൾ ചുറ്റുമുള്ള ആൾക്കാർ നോക്കുകയും അതുവഴി അപകടം ഉണ്ടാവുകയും ചെയ്യുമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഇതിനെല്ലാം പഠനം നടത്തിയ ഒരു ശാസ്ത്രീയമായ ഒരു അനാലിസിസിലേക്കാണ് കാര്യങ്ങൾ വരേണ്ടത്. അപ്പോൾ ഇപ്പോഴും അത് തന്നെയാണ് നടക്കുന്നത്. ഇപ്പോൾ 18 തരം മോഡിഫിക്കേഷൻസ് കൊണ്ടുവന്നതിലൂടെ ഇതൊരു ആദ്യത്തെ സ്റ്റെപ്പാണ്. ഇനി തുടർ പഠനങ്ങൾ നടക്കും. ഇനി ഇത്തരത്തിലുള്ള മോഡിഫിക്കേഷൻസ് അനുവദിച്ചാൽ എന്തെങ്കിലും അപകടം നടക്കുമോ എന്നുള്ള കാര്യത്തിലൊക്കെ പഠനം നടത്തിയ ശേഷം വീണ്ടും കാര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടാകുമായിരിക്കാം. പക്ഷേ ഇത് തന്നെ ഒരു വലിയ മാറ്റത്തിലേക്കുള്ള ചുവടുവയ്പ്പാണ്, വലിയ അപകടങ്ങളില്ലാത്ത മാറ്റങ്ങൾ. പിന്നെ അതെ, ഈ ലൈറ്റിന്റെ കാര്യമാണെങ്കിലും സൗണ്ടിന്റെ കാര്യമാണെങ്കിലും സ്റ്റിക്കറുകൾ ഒട്ടിക്കുന്ന കാര്യമാണെങ്കിലും അപകടം ഒഴിവാക്കുക, അല്ലെങ്കിൽ സഭ്യമായ രീതിയിൽ. ഇപ്പൊ സ്റ്റിക്കർ ഒട്ടിക്കാമെന്ന് പറഞ്ഞത് കൊണ്ട് വൾഗറായിട്ടുള്ള ന്യൂഡിറ്റി പ്രദർശിപ്പിക്കുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്സീൻ രംഗങ്ങൾ പ്രദർശിപ്പിക്കുന്ന പോലെയുള്ള സ്റ്റിക്കറുകൾ ഒട്ടിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമ്മൾ ഒരു പബ്ലിക്കിനിടയിലേക്ക് ഇറങ്ങുമ്പോൾ സഭ്യമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ അതിൽ നിബന്ധനയാക്കി വെച്ചിട്ടുള്ളൂ. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി, ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇത്രയും കാലം, കഴിഞ്ഞ 10 വർഷക്കാലം കേരളം തടവറയിലായിരുന്നു എന്നുള്ളതാണ്. എനിക്കത് ഈ വാർത്ത കണ്ടപ്പോൾ എനിക്കും തോന്നി. ഞാനൊന്ന് ചിന്തിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വെള്ള ബസ്സിന്റെ കാര്യം മേഘ പറഞ്ഞില്ലേ, ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താ എനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. അന്ന് ശരിക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല എന്തിനായിരിക്കും എന്നുള്ളത്. അത് എങ്ങനെ അപകടം കുറയും? വെള്ള ബസ് മാത്രമാക്കുന്നതിന്, ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ വെള്ള ബസ് മാത്രമാക്കണമെന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള ഒരു നിയമ അനുമതികളെ ചെയ്ത് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെയും. അതുപോലെ തന്നെ ഇപ്പോൾ കർശനമായിട്ടുള്ള, അതായത് പല സ്ഥലങ്ങളിലും ലൈസൻസ് മറ്റുള്ള കാര്യങ്ങളിലും മാത്രം ഒതുങ്ങുന്ന സമയത്ത് ഈ വാഹനപ്രേമികളുടെ മുതുകിലേക്ക് കയറുന്ന രീതിയിലായിരുന്നു കേരള പോലീസിന്റെ പ്രവണത ഈ ഒരു 10 വർഷത്തിന് ഇടയ്ക്ക് വെച്ചിട്ട്. അതായത് എനിക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
നമുക്ക് ഒരു തരത്തിലും വാഹനങ്ങളിൽ ഒരു കാര്യവും നമുക്ക് ഇഷ്ടമുള്ള ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ കമ്പനി തരുന്ന എങ്ങനെയാണോ അതുപോലെ തന്നെ കൊണ്ടു നടന്നോണം. ബേസിക് യൂസ് മാത്രം വണ്ടി കൊണ്ട് ഉപയോഗിക്കുക. യാത്ര ചെയ്യാനാണെങ്കിൽ യാത്ര മാത്രം, അതിൽ എൻജോയ്മെന്റ് അല്ലെങ്കിൽ അതിലൊരു ഉന്മാദം കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ തടയും എന്നുള്ള രീതിയായിരുന്നു. ശരിക്കും കഴിഞ്ഞ 10 വർഷം പല കാര്യങ്ങളിലും കേരളത്തിൽ കുറെ നിബന്ധനകൾ ഉണ്ടായിരുന്നു. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്ന കുറെ നിബന്ധനകൾ ഉണ്ടായിരുന്നു. ഇതിനെല്ലാം മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ മെയ് മാസം 3-ാം വാരത്തോടു കൂടിയാണ് വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിൽ വരുന്നത്. അതിനുശേഷം തന്നെ പലരും, ഇപ്പോൾ പോലീസ് ആയിക്കോട്ടെ, ഈ ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആയിക്കോട്ടെ, എല്ലാവരും ശ്വാസം വിടുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നില്ലേ? ജനങ്ങൾക്കിടയിൽ തന്നെ അത് പ്രകടമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് മനസ്സിലാവുന്നുണ്ട്. അതെ, ഇപ്പൊ സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് പൊതുജനത്തിന് കയറി പോകാൻ അവസരം. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ സെക്രട്ടേറിയറ്റിൽ ഒരാളെ കാണാൻ പോയപ്പോ അദ്ദേഹം പറയുമായിരുന്നു, വി.ഡി. സതീശനെ കാണാൻ ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുക. വരുന്ന 60% ആൾക്കാരും എന്തോ റീലെടുക്കാനും ഫോട്ടോ എടുക്കാനും കാണാനും ഒക്കെ വരുവാണ്. അവർക്ക് പോലും അകത്തേക്ക് പ്രവേശിക്കാനുള്ള, അതും പൂർണ്ണ സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെയാണ്. എന്നാലും അവർക്ക് കയറിപ്പോകാനും റീൽസ് എടുക്കാനും ഫോട്ടോ എടുക്കാനുമുള്ള അവകാശം ഇവിടെയുണ്ട്. പണ്ട് കറുത്ത ഷർട്ടിട്ട് മുന്നിൽ പോകാൻ കഴിയാത്തൊരു മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു. അതെ, സത്യം. കറുത്ത മാസ്ക് ധരിക്കാൻ കഴിയില്ലായിരുന്നു. കറുത്ത മാസ്ക് ധരിക്കാൻ കഴിയില്ല. അപ്പൊ കുറെ നിബന്ധനകൾ ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനത്തിലേക്ക് നിബന്ധനകളൊന്നും കുറെയൊക്കെ മാറ്റി. എല്ലാം മാറ്റിക്കൊണ്ടല്ല, വേണ്ടാത്ത നിബന്ധനകൾ മാറ്റി എന്നുള്ളതാണ്. അതെ, അതായത് എന്താ പറയണ്ടേ, ഒരു കൂടുതൽ ജനകീയമായി. അതെ, ജനകീയ സർക്കാർ എന്നുള്ള വാക്ക് തന്നെയാണ് അതിന് കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ടുള്ളത്. വരും ദിവസങ്ങളിലും ഈ പറയുന്ന കുറെ മാറ്റങ്ങൾ വരുമായിരിക്കാം. ഇപ്പോൾ സൗജന്യ ബസ് യാത്ര മെയ് 15 കൊണ്ടുവരുമെന്നായിരുന്നു ഇലക്ഷന് മുൻപ് പറഞ്ഞതെങ്കിൽ ഈ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാലതാമസം ഉണ്ടായതുകൊണ്ട് തന്നെ ജൂൺ 15 മുതൽ ഇത് ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ആദ്യഘട്ട നടപടികളെല്ലാം പൂർത്തിയായി വരുന്നു. അപ്പോൾ ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, അതുപോലെ തന്നെ നമ്മുടെ ആശാ വർക്കർമാർക്കുള്ള ഓണറേറിയം കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനുകളിലുള്ള പോലീസുകാരുടെ ആ ഒരു സമീപനത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. രമേശ് ചെന്നിത്തല കൃത്യമായ നിർദ്ദേശം പല കാര്യങ്ങളിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു പോലീസ് സ്റ്റേഷനിലേക്കാണെങ്കിലും സെക്രട്ടേറിയറ്റിലാണെങ്കിലും ഏതൊരു MLA-യുടെ ഓഫീസിലേക്കോ മുറിയിലേക്കോ ആണെങ്കിലും പൊതുജനത്തിന് കയറി ചെന്ന് എനിക്കിന്ന ആവശ്യം നടത്തി തരണം എന്ന് പറയാനുള്ള അവകാശം എല്ലാവർക്കും, ആ ഒരു സ്വാതന്ത്ര്യം എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം MLA ഹോസ്റ്റലിലേക്ക് നമ്മുടെ രാഹുൽ പോയതിന്റെ കഥ രാഹുൽ പറയുന്നുണ്ടായിരുന്നു. അവിടെ എല്ലാം ആളാണ്, ഭയങ്കര തിരക്കാണ്. എല്ലാവർക്കും MLA കാണണം, എല്ലാവർക്കും അവരുടെ MLA-മാരെ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച് സംസാരിക്കാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ട്. ഇത് തന്നെയാണ് ജനം ആഗ്രഹിച്ചിരുന്നതും ഇത്രയും കാലം. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ 10 വർഷത്തെ ഭരണം അവസാനിപ്പിച്ച് UDF സർക്കാർ അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് 102 സീറ്റോടുകൂടി UDF-നെ അധികാരത്തിലെത്തിച്ചത്. അതെ, തുടക്കം എന്തായാലും മനോഹരമായിട്ടുണ്ട്. കൊണ്ടുപോകാൻ കഴിയട്ടെ. അതെ, കാരണം പിണറായി സർക്കാരിനെ നമ്മൾ ഏറ്റവും വിമർശിച്ചിരുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ കൃത്യമായി നോട്ട് ചെയ്ത് അവർ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ്, അത് പ്രകടമായ മാറ്റമാണ്.